ദ്വിതീയ സ്കന്ധം അധ്യായം 11-12. ആദ്യത്തെ ചോദ്യം, പിതാവിൻ്റെ മരണകാരണം ജനമേജയനെ അറിയിച്ചത് ആര്, എന്തുകൊണ്ട്? പിതാവിൻ്റെ മരണകാരണം ജനമേജയനെ അറിയിച്ചത് ഉത്തങ്കൻ. എന്തുകൊണ്ട്? തക്ഷന്റെ ദ്രോഹത്താൽ വളരെ ക്ലേശിച്ച് ഹസ്തിനാപുരത്തെത്തി. ഈ വൈരത്തിന് പരിഹാരം കാണാൻ ആരുണ്ട് എന്ന് ആലോചിച്ചു കൊണ്ടാണ് അവിടെ ചെന്നത്. പരീക്ഷത്തിന്റെ പുത്രനായ രാജാവ് അതിന് കഴിയും എന്ന് കരുതി സമീപിച്ചു. രണ്ടാമത്തെ ചോദ്യം, ഡുംഡുബം എന്ത്? ആ സ്ഥിതിയെ പ്രാപിച്ചതാര്? കാരണം. ഡുംഡുബം വനത്തിലെ ജരബാധിച്ച ഒരു ഭയങ്കരനായ ചേര. കാരണം, കഴിഞ്ഞ ജന്മത്തിൽ ഒരു ബ്രാഹ്മണനാണ് ഖഗമൻ എന്ന ചങ്ങാതിയെ പുൽപാമ്പ് കാട്ടി പേടിപ്പിച്ചു. ബ്രാഹ്മണനും ധർമ്മജ്ഞനും സത്യവാദിയും ജിതേന്ദ്രിയനുമായ ഖഗമൻ അഗ്നിഹോത്ര ഗൃഹത്തിൽ ഭയപ്പെട്ട് വേവലാതി കൊണ്ട് വിറച്ച് ശപിച്ചു. ആ ഒരു സർപ്പമായി തീരട്ടെ എന്ന് രുരു ശാപത്തിൽ നിന്ന് മോചിപ്പിക്കും. മൂന്നാമത്തെ ചോദ്യം, ജനമേജയന്റെ സർപ്പയജ്ഞം തടഞ്ഞതാര്? കാരണം. ജനമേജയന്റെ സർപ്പയജ്ഞം തടഞ്ഞത് ആസ്തീക്. കാരണം, സർപ്പയജ്ഞം നടക്കവേ തക്ഷകൻ ഇന്ദ്രനെ പ്രാപിച്ചു. ഉത്തങ്കൻ തക്ഷനെ ഇന്ദ്രനെ കൂടി മന്ത്രസഹിതം ആവാഹിച്ചു. തക്ഷകൻ യായാവരക്കുലത്തിൽ ജനിച്ച ജരൽക്കാരുവിന്റെ പുത്രനായ ആസ്തീകിനെ സ്മരിച്ചു. ആസ്തീക് ജനമേജയന്റെ യജ്ഞം തടഞ്ഞു. നാലാമത്തെ ചോദ്യം, വിനത കദ്രുവിന്റെ ദാസിയായതെങ്ങനെ? പിന്നീട് ദാസ്യവൃത്തിയിൽ നിന്നും മോചിതയായതെങ്ങനെ? കാശ്യപ മുനിയുടെ പത്നിമാരാണ് കദ്രുവും വിനതയും. അവർ ആദിത്യന്റെ രഥത്തിൽ പൂട്ടിക്കിട്ടിരിക്കുന്ന കുതിരയുടെ നിറത്തെ ഊഹിച്ചു. വിനത വെളുപ്പ്, കദ്രു കറുപ്പ് എന്ന് പറഞ്ഞു. പന്തയം ദാസ്യമാണ്. കദ്രു കൊച്ചുമക്കളെ വിളിച്ച് നിറത്തെ കറുപ്പാക്കി. വിനത അങ്ങനെ ദാസിയായി. അതിൽ നിന്ന് മോചിതയായതെങ്ങനെ? വിനതയുടെ മക്കളായ ഗരുഡനും അരുണന്റെ തേരാളികളും ഇന്ദ്രലോകത്തിൽ യുദ്ധം ചെയ്ത് അമൃത് എടുത്ത് ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിച്ചു. അഞ്ചാമത്തെ ചോദ്യം, ജരത്കാരു ഭാര്യയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം. ജരത്കാരു വിവാഹം ചെയ്യുമ്പോൾ തന്നെ പ്രതിജ്ഞ ചെയ്തിരുന്നു, അപ്രിയമായി എന്തെങ്കിലും ചെയ്താൽ ആ നിമിഷം ഉപേക്ഷിക്കുമെന്ന്. ജരത്കാരു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുവാൻ തുടങ്ങി. ഒരു കാരണവശാലും വിളിച്ചുണർത്തരുതെന്നും പറഞ്ഞിരുന്നു. സന്ധ്യയായിട്ടും എണീറ്റില്ല. അത് കാരണം സന്ധ്യാനിയമം അനുഷ്ഠിക്കാതെ ധർമ്മലോപം സംഭവിക്കുമെന്നതിനേക്കാൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് കരുതി. ധർമ്മലോപം നരകത്തിന് തുല്യമാണ്. ജരത്കാരുവിനെ വിളിച്ചുണർത്തിയപ്പോൾ ഉറക്കം കെടുത്ത ഭാര്യയെ ജരത്കാരു ഉപേക്ഷിച്ചു. ആറാമത്തെ ചോദ്യം, പിതാവിന്റെ മുക്തിക്കായി എന്ത് ചെയ്യാനാണ് വ്യാസമഹർഷി ജനമേജയനോട് പറയുന്നത്? കാരണം. വിസ്തൃതമായ ദേവീക്ഷേത്രം നിർമ്മിക്കുകയും സകല സിദ്ധി ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ദേവീയജ്ഞം ചെയ്ത് ശ്രീദേവി ഭാഗവതം കേൾക്കുമ്പോൾ തന്നെ പിതൃക്കൾക്ക് അക്ഷമമായ സ്വർഗം ലഭിക്കുകയും ചെയ്യും. താങ്ക് യു.